نور على نور. القاعدة الأولى أن تعلم أن الكفار الذين قاتلهم رسول الله صلى الله عليه وسلم مقرون أن الله هو الخالق الرازق المحيي المميت المدبر لجميع الأمور، ولم يدخلهم ذلك في الإسلام. والدليل قوله تعالى: قل من يرزقكم من السماء والأرض أم من يملك السمع والأبصار ومن يخرج الحي من الميت ويخرج الميت من الحي ومن يدبر الأمر فسيقولون الله فقل أفلا تتقون. ഈ അവരുടെ കയ്യിലുള്ള പുസ്തകം നോക്ക്, വ്യത്യാസമുണ്ട് രണ്ട് പുസ്തകയിലും. അത് എല്ലാവരുടെ കയ്യിലും ഒരു പുസ്തകം ഉള്ളത്, എൻ്റെ കയ്യിൽ മാത്രം വേറെ. എല്ലാവരും ഒന്നും തന്നെ ആയിക്കോട്ടെ. ഇമാം ഇബ്നു അബ്ദുൽ വഹാബ് റഹ്മത്തുള്ളാഹി അലൈഹി 4 കായിദകളിൽ ഒന്നാമത്തെ കായിദയായിട്ട് പറയുന്നത് അൽ ഖാഇദത്തുൽ ഊല, ഒന്നാമത്തെ അടിത്തറ അൻ തഅലമ അന്നൽ കുഫാറല്ലദീന ഖാതലഹും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുഖിറൂന ബിഅന്നല്ലാഹ തആല ഹുവൽ ഖാലിഖുൽ മുദബ്ബിർ. നീ അറിയണം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പോരാടിയ കുഫാറുകൾ, മക്കയിലെ മുശ്രിക്കുകൾ, മുഖിറൂന ബിഅന്നല്ലാഹ തആല ഹുവൽ ഖാലിഖുൽ മുദബ്ബിർ, അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ് സ്രഷ്ടാവെന്നും നിയന്ത്രിക്കുന്നവനെന്നും അംഗീകരിച്ചവരായിരുന്നു എന്ന്. മക്കയിലെ മുശ്രിക്കുകൾ അല്ലാഹു ഖാലിഖാണെന്നും അല്ലാഹു റാസിഖാണെന്നും മുദബ്ബിറാണെന്നും ജീവിപ്പിക്കുന്നവനാണെന്നും മരിപ്പിക്കുന്നവനാണെന്നും എല്ലാം വിശ്വസിച്ചിരുന്നു. ഇവിടെയാണ് നമ്മൾ ക്ലാസിന്റെ ആദ്യത്തിൽ പറഞ്ഞതുപോലെ തൗഹീദുർ റുബൂബിയ്യയും തൗഹീദുൽ ഉലൂഹിയും തമ്മിലുള്ള ഫർക്ക് മനസ്സിലാക്കേണ്ടത്. ഈ പറയപ്പെട്ട കാര്യങ്ങളൊക്കെ തൗഹീദുർ റുബൂബിയ്യത്താണ്. അല്ലാഹു ഖാലിഖാണ്, സൃഷ്ടാവാണ്, മാലിക്കാണ്, ഉടമസ്ഥനാണ്, മുദബ്ബിർ നിയന്ത്രിക്കുന്നവനാണ്, മുഹീ ജീവിപ്പിക്കുന്നവനാണ്, മുമീത് മരിപ്പിക്കുന്നവനാണ് പോലുള്ള കാര്യങ്ങൾ. ഇതൊക്കെ റുബൂബിയ്യത്തുമായി ബന്ധപ്പെട്ടതാണ്. അപ്പോൾ ഒറ്റവാക്കിൽ പറഞ്ഞാൽ മക്കയിലെ മുശ്രിക്കുകൾ റുബൂബിയ്യത്തിനെ അംഗീകരിച്ചവരായിരുന്നു, അല്ലാഹുവിന്റെ റുബൂബിയ്യത്തിനെ അംഗീകരിച്ചവരായിരുന്നു, റബ്ബ് അല്ലാഹ് മാത്രമാണെന്ന് അംഗീകരിച്ചവരായിരുന്നു. ഒറ്റവാക്കിൽ ഇമാം ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി, ഫഖ്റുദ്ദീൻ റാസി, തൊബരി, ഇമാം തൊബരി പോലുള്ള മുഫസ്സിറുകൾ, ധാരാളം മുഫസ്സിറുകൾ ഈ വക ആയാത്തുകളെ വിശദീകരിച്ചുകൊണ്ട് മക്കയിലെ മുശ്രിക്കുകൾ തൗഹീദുർ റുബൂബിയ്യ, അല്ലാഹുവിന്റെ റുബൂബിയ്യത്തിനെ അംഗീകരിച്ചവരായിരുന്നു എന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ട്. എന്നാൽ തൗഹീദുർ റുബൂബിയ്യത്തിനെ അംഗീകരിച്ച മക്കയിലെ മുശ്രിക്കുകളെ ആ അംഗീകാരം ഇസ്ലാമിൽ പ്രവേശിപ്പിച്ചിട്ടില്ല. വഅന്ന ദാലിക ലം യുദ്ഖിൽഹും ഫിൽ ഇസ്ലാം, ആ അംഗീകാരം അവരെ ഇസ്ലാമിലേക്ക് പ്രവേശിപ്പിച്ചിട്ടില്ല എന്ന്. അല്ലാഹു റബ്ബാണെന്ന് അംഗീകരിച്ചിട്ട് മക്കത്തെ മുശ്രിക്ക് ഇസ്ലാമിലേക്ക് പ്രവേശിച്ചിട്ടില്ല എന്ന്. എന്താണ് തെളിവ്? മക്കത്തെ മുശ്രിക്കുകൾ അല്ലാഹു റബ്ബാണെന്ന് അംഗീകരിച്ചിട്ടുണ്ട് എന്നതിന് അല്ലാഹുവിന്റെ വാക്ക് തന്നെയാണ്. ശൈഖുൽ ഇസ്ലാം മുഹമ്മദ് ഇബ്നു അബ്ദുൽ വഹാബ് റഹ്മത്തുള്ളാഹി അലൈഹി കൊടുത്ത ഒരു തെളിവ് സൂറത്ത് യൂനുസിലെ 31-ാമത്തെ ആയത്താണ്. ഖുൽ, നബിയെ അങ്ങ് ചോദിക്കുക, മൻ യർസുഖുകും മിനസ് സമാഇ വൽ അർദ്, ആകാശത്തിൽ നിന്നും ഭൂമിയിൽ നിന്നും നിങ്ങൾക്ക് റിസ്ക് തരുന്ന നിങ്ങളുടെ റാസിഖ് ആരാണ് എന്ന് മക്കത്തെ മുശ്രിക്കിനോട് ചോദിക്ക്. അമ്മൻ യംലികു സമഅ വൽ അബ്സാർ, അതല്ല മൻ യംലികു സമഅ വൽ അബ്സാർ, കണ്ണിനെയും കാഴ്ചയെയും ചെവിയെയും കേൾവിയെയും ഉടമപ്പെടുത്തുന്ന ആര് എന്ന് ചോദിക്ക്. വമൻ യുഖ്രിജുൽ ഹയ്യ മിനൽ മയ്യിതി വയുഖ്രിജുൽ മയ്യിത മിനൽ ഹയ്യി, നിർജീവ്യമായതിൽ നിന്നും ജീവൻ നൽകുന്നവനും ജീവനുള്ളവയെ മരിപ്പിക്കുന്നവനുമായവൻ ആരാണ് എന്നും ചോദിക്കുക പ്രവാചകരെ. വമൻ യുദബ്ബിറുൽ അംർ, കാര്യങ്ങളെയെല്ലാം നിയന്ത്രിക്കുന്ന മുദബ്ബിറുൽ ആലം ആരാണ് എന്ന് ചോദിക്കുക പ്രവാചകരെ. മക്കത്തെ മുശ്രിക്കിനോട് ചോദിക്കാൻ വേണ്ടിയിട്ട് അല്ലാഹു ചോദിക്കാൻ വേണ്ടി പറയുന്നതല്ല,
ചോദിച്ചാൽ അവര് പറയും അല്ലാഹ് എന്ന് പറയും. അപ്പോൾ ചോദിക്കും പിന്നെന്തേ ആ അള്ളാഹ്ക്ക് മാത്രം നിങ്ങൾ ഇബാദത്താക്കുന്നില്ല? ആകാശത്തിന്റെയും ഭൂമിയുടെയും റാസിഖ് അല്ലാഹയാണ് നിങ്ങൾ അംഗീകരിക്കുന്നു. അതേപോലെ തന്നെ കേൾവിയുടെയും കാഴ്ചയുടെയും റബ്ബ് അല്ലാഹുവാണ് നിങ്ങൾ അംഗീകരിക്കുന്നു. മരിപ്പിക്കുന്നവനും ജീവിപ്പിക്കുന്നവനും അല്ലാഹുവാണ് നിങ്ങൾ അംഗീകരിക്കുന്നു. ലോകം നിയന്ത്രിക്കുന്ന മുദബ്ബിറുൽ ആലം അതും അല്ലാഹയാണ് നിങ്ങൾ അംഗീകരിക്കുന്നു. പിന്നെന്താ നിങ്ങൾ ഇബാദത്ത് അല്ലാഹ്ക്ക് മാത്രമാക്കുന്നില്ല? ഇബാദത്ത് അല്ലാഹ് കൊടുക്കുന്നു എന്ന് ചോദിക്കുന്ന നബിയെ. മക്കത്തെ മുശ്രിക്ക് ഇതൊക്കെ അംഗീകരിച്ചവരായിരുന്നു. മക്കത്തെ മുശ്രിക്കോട് ചോദിച്ചാൽ അല്ലാഹു ആകാശ ഭൂമികളെ പടച്ചത് ആര് എന്ന് ചോദിച്ചാൽ, സൂര്യനെയും ചന്ദ്രനെയും കീഴ്പ്പെടുത്തിയതാര് എന്ന് ചോദിച്ചാൽ അവര് പറയും അല്ലാഹ്, അള്ളയാണെന്ന് പറയും. അതുപോലെ തന്നെ ആകാശ ഭൂമികളെ പടച്ചത് ആരെന്ന് ചോദിച്ചാൽ അവര് പറയും അല്ലാഹ്. അപ്പോൾ നബിയെ പറ അൽഹംദുലില്ലാഹ്. അവർ റുബൂബിയത്ത് അംഗീകരിച്ചല്ലോ, അൽഹംദുലില്ലാഹ് പറ. നമ്മളെ സമസ്തക്കാരായ ഏപിക്കാരും പറയും മക്കത്തെ മുശ്രിക്ക് അംഗീകരിച്ച അല്ലാഹ് വേറെ അല്ലാഹയാണ്. ഈ ആയത്ത് ആ വാദത്തിന് മറുപടിയാണ്. ആകാശത്തെയും ഭൂമിയെയും പടച്ചത് ആരെന്ന് ചോദിച്ചാൽ മക്കത്തെ മുശ്രിക്ക് പറയും അല്ലാഹ്. അപ്പൊ അല്ലാഹ് അർത്ഥമാക്കുന്നതാണ് ഖുൽ അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹ് എന്ന് പറ. വേറെ ഏതോ അല്ലാഹ് പറഞ്ഞാൽ അല്ലാഹ് അൽഹംദുലില്ലാഹ് പറയണം. പിന്നെ എന്തിനാണ് അല്ലാഹ് അൽഹംദുലില്ലാഹ് പറയാൻ പറഞ്ഞത്? ഈ അല്ലാഹനെ തന്നെയാണ് അവർ അംഗീകരിച്ചത്. അതുകൊണ്ടാണ് ഖുൽ അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹ് എന്ന് പറഞ്ഞില്ലേ, അവർ റുബൂബിയത്ത് അംഗീകരിച്ചല്ലോ. അതേപോലെ തന്നെ മൻ നസ്സല മിനസ് സമാഇ മാഅൻ ഫഅഹ്യാ ബിഹിൽ അർള മിൻ ബഅദി മൗതിഹാ. ആകാശത്തിൽ നിന്ന് മഴ വർഷിപ്പിക്കുകയും ഭൂമിയിൽ സസ്യലതാദികളെ മുളപ്പിക്കുകയും ചെയ്യുന്നവൻ ആരും ചോദിക്കുകയെ അപ്പയോ അല്ലാഹ്. ആകാശത്ത് മഴ വർഷിപ്പിക്കുന്ന അല്ലാഹ് അംഗീകരിച്ചു. ഭൂമിയിലെ സസ്യലതാദികളെ മുളപ്പിക്കുന്നത് അല്ലാഹ് അംഗീകരിച്ചു. അൽഹംദുലില്ലാഹ് എന്ന് പറ. സുബ്ഹാനല്ലാഹ്. മക്കത്തെ മുശ്രിക്ക് അല്ലാഹുവിന്റെ റുബൂബിയത്ത് അംഗീകരിച്ചു. മക്കത്തെ മുശ്രിക്കിന് നമ്മുടെ അല്ലാഹനെ അറിയാം, ആ അല്ലാഹ് റബ്ബാണെന്നും അറിയാം. എന്ന് മാത്രമല്ല മക്കത്തെ മുശ്രിക്കിനോട് മുശ്രിക്ക് നിന്നെ സൃഷ്ടിച്ചത് ആരെന്ന് ചോദിച്ചാലും മക്കത്തെ മുശ്രിക്ക് പറയും അല്ലാഹ്. നബിയെ ഈ മക്കത്തെ മുശ്രിക്കുകളോട് അവരെ പടച്ചത് ആരെന്ന് ചോദിച്ചാൽ അവര് പറയും അല്ലാഹ്. അപ്പയും പറയാം അല്ലാഹ്. നിങ്ങൾ പഠിച്ചത് ആരെന്ന് ചോദിച്ചാൽ ഭൂമിയിലുള്ള സകലതും ആരതാം ചോദിക്കേ അല്ലാഹ്. ആകാശങ്ങളുടെയും അലീമായ അർശിന്റെയും റബ്ബാരാണെന്ന് ചോദിക്കുന്നേ. അവർ പറയും അല്ലാഹ്ക്കാണ്. എല്ലാം അല്ലാഹ് അംഗീകരിച്ചു കൊടുത്തിട്ടുണ്ട്. ആകാശ ഭൂമികളും സകലതും അല്ലാഹുവിന്റെ സൃഷ്ടിയാണെന്ന് അവർ അംഗീകരിച്ചിട്ടുണ്ട്. അതായത് മക്കത്തെ മുശ്രിക്ക് അല്ലാഹു റബ്ബാണെന്ന് അംഗീകരിച്ചിട്ടുണ്ട്, സ്രഷ്ടാവാണെന്ന് അംഗീകരിച്ചിട്ടുണ്ട്, റാസിഖാണെന്ന് അംഗീകരിച്ചിട്ടുണ്ട്, മുഹിയും മുമീത്തുമാണ്, മരിപ്പിക്കുന്നവനും ജീവിപ്പിക്കുന്നവരുമാണെന്ന് എല്ലാം അംഗീകരിച്ചിട്ടുണ്ട് എന്ന്. ഇതെല്ലാം അംഗീകരിച്ചിട്ടും അല്ലാഹു മക്കത്തെ മുശ്രിക്ക് ഇന്നല്ലദീന കഫറു മിൻ അഹ്ലിൽ കിതാബി വൽ മുശ്രികീന ഫീ നാരി ജഹന്നമ ഖാലിദീന ഫീഹാ. മക്കത്തെ മുശ്രിക്ക് നരകത്തിലാണ് കാലാകാലം. അല്ലാഹുവിനെ റബ്ബാണെന്ന് അംഗീകരിച്ച മക്കത്തെ മുശ്രിക്ക്, അള്ളയാണ് സൃഷ്ടാവ്, അള്ളയാണ് ലോകം ഭരിക്കുന്നത്, അള്ളാഹുവാണ് മരിപ്പിക്കുന്നത്, ജീവിപ്പിക്കുന്നത്, റിസ്ക് നൽകുന്നത് എല്ലാം അംഗീകരിച്ച 7 ആകാശങ്ങളുടെ റബ്ബ് അള്ളയാണ്. ഭൂമിയും ഭൂമിയിലുള്ള സകലതും അല്ലാഹുവിന്റേതാണെന്ന് അംഗീകരിച്ച മക്കത്തെ മുശ്രിക്ക് കാലാകാലം നരകത്തിലാണ്. അത് തൗഹീദുർ റുബൂബിയ്യ. മക്കത്തെ മുശ്രിക്കിനെ ഇസ്ലാമിൽ പ്രവേശിപ്പിച്ചിട്ടില്ല. റുബൂബിയ്യത്ത് മാത്രം അംഗീകരിച്ചാൽ പോരാ. അതാണ് ഒന്നാമത്തെ കായിക. മക്കത്തെ മുശ്രിക്ക് റുബൂബിയ്യത്ത് അംഗീകരിച്ചവരായിരുന്നു, എന്നിട്ടും അവർ ഇസ്ലാമിലേക്ക് പ്രവേശിച്ചിട്ടില്ല. അവരെ മുസ്ലിമായി അള്ളാഹു അംഗീകരിച്ചിട്ടില്ല. വളരെ ഗൗരവമുള്ള ഒരു കാര്യമാണിത്. എന്ന് പറയും അള്ളാഹ് റബ്ബാണ് നമ്മൾ അംഗീകരിക്കുന്നു, എല്ലാ ലോകത്തിന്റെ സട്ടാവ് അള്ളയാണ് നമ്മൾ അംഗീകരിക്കുന്നു, മയവസിപ്പിക്കുന്ന അള്ളയാണ് നമ്മൾ അംഗീകരിക്കുന്നു.
സസ്യലതാദികൾ മുളപ്പിക്കുന്ന അള്ളയാണ് നമ്മൾ അംഗീകരിക്കുന്നു. എല്ലാം അള്ളാഹുവിന്റെ സൃഷ്ടിയാണ് നമ്മൾ അംഗീകരിക്കുന്നു. എന്നിട്ട് നിങ്ങൾ അവിടെ മുശ്രിക്കാക്കണം. ആ അംഗീകരിച്ചവരെ അള്ളാഹ് മുശ്രിക്കാക്കി മുമ്പേ. ഇതെല്ലാം അള്ളാഹിന്റെതാണെന്ന് അംഗീകരിച്ച മക്കയിലെ ഖുറൈശികളെ അള്ളാഹു മുശ്രിക് എന്ന് വിളിച്ചത്. അപ്പൊ ഒന്ന് മനസ്സിലായി, ഇതൊക്കെ അള്ളാഹു മാത്രമാണെന്ന് അംഗീകരിച്ചാൽ മാത്രം പോരാ. സൃഷ്ടാവ് അള്ളാഹു ആണെന്ന് മാത്രം അംഗീകരിച്ചാൽ പോരാ. റാസിഖ് അല്ലാഹ് മാത്രമാണെന്ന് അംഗീകരിച്ചാൽ മാത്രം പോരാ. ജീവിപ്പിക്കുന്നവനും മരിപ്പിക്കുന്നവനും ഗുണം തരുന്നവനും ദോഷമുണ്ടാക്കുന്നവനും അല്ലാഹ് മാത്രമാണെന്ന് അംഗീകരിച്ചാൽ പോരാ. അതിന്റെ അപ്പുറത്തേക്ക് പോർന്നു വേണം എന്ന് മനസ്സിലായി. മക്കയിലെ മുശ്രിക്കുകൾ അവിടെയാണ് പേടിച്ചത്. ഈ വിഷയത്തിൽ അവർക്ക് പേടി സംഭവിച്ചിട്ടില്ല. അതാണ് രണ്ടാമത്തെ കായികയിൽ ഇമാം ഇബ്നു അബ്ദുൽ വഹാബ് റഹ്മത്തുള്ളാഹി അലൈഹി നമ്മളെ പഠിപ്പിക്കുന്നത്.